അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിന് തകരാറില്ലായിരുന്നുവെന്ന് എയർ ഇന്ത്യ സിഇഒ കാമ്പൽ വിൽസൺ. പറക്കുന്നതിന് മുൻപും വിമാനവും എഞ്ചിനും കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നുവെന്നും സിഇഒ വ്യക്തമാക്കി. തകരാർ കണ്ടെത്തിയ ബ്ലാക്ക് ബോക്സ് വിശദ പരിശോധനയ്ക്ക് അയക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. രാജ്യത്ത് ഞെട്ടിച്ച വിമാനാപകടം നടന്നിട്ട് ഒരാഴ്ച പിന്നിടുമ്പോഴും ദുരന്തത്തിന്റെ കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. വിവിധ അന്വേഷണ ഏജൻസികൾ അന്വേഷണം തുടരുന്നതിനിടെയാണ് എയർ ഇന്ത്യ സിഇഒ കാമ്പൽ വിൽസണിന്റെ പ്രതികരണം. അപകടത്തിൽപ്പെട്ട AI-171 വിമാനം പറക്കുന്നതിന് മുൻപ് നിരവധി പരിശോധനകൾക്ക് വിധേയമായിരുന്നു. വിമാനത്തിനും എഞ്ചിനും അപാകതകളൊന്നും കണ്ടെത്തിയിരുന്നില്ല എന്നും കാമ്പൽ വ്യക്തമാക്കി. 3 മാസം മുൻപ് വലതുവശത്തെ എഞ്ചിൻ പുതുക്കിയിരുന്നു. 2 മാസം മുമ്പ് ഇടതെഞ്ചിനും മാറ്റിവെച്ചു. ദുരന്തത്തിന് ശേഷം എയർ ഇന്ത്യയുടെ ബോയിംഗ് 787 വിമാനങ്ങളിൽ 33 എണ്ണത്തിൽ 26 വിമാനങ്ങളുടെയും പരിശോധന നടത്തി സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയെന്നും സിഇഒ എക്സ്പോസ്റ്റിൽ വിശദീകരിച്ചു. ഇതിനിടെ എയർ ഇന്ത്യ ബോയിംഗ് 787 ഡ്രീം ലൈനർ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന് തകരാർ കണ്ടെത്തിയത് തുടരന്വേഷണത്തിന്റെ പുരോഗതിയെ ബാധിച്ചിട്ടുണ്ട്. വിവരങ്ങൾ വീണ്ടെടുക്കാനും കൂടുതൽ പരിശോധനയ്ക്കുമായി ബ്ലാക്ക് ബോക്സ് അമേരിക്കയിൽ അയക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും AAIBയുടെ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തീരുമാനമുണ്ടാകൂവെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. സർവീസുകൾ വെട്ടിക്കുറച്ചതിലും അപകടത്തിലും എയർ ഇന്ത്യയുടെയും ടാറ്റ സൺസിന്റെയും ചെയർമാൻ N. ചന്ദ്രശേഖരൻ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ ബുദ്ധിമുട്ടുകയാണെന്നും അവരെ പിന്തുണയ്ക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.